നിങ്ങൾക്കറിയാമോ, ലോകചരിത്രത്തിൽ എക്കാലത്തും ചൂഷിതർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തി പോരാടിയ ചിലരുണ്ട്. പാശ്ചാത്യ ലോകത്ത് റോബിൻഹുഡ് എന്ന പേര് എത്രത്തോളം പ്രശസ്തമാണോ, സമാനമായൊരു വൈകാരികതയാണ് കേരളത്തിന്റെ, പ്രത്യേകിച്ച് പഴയ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഇത്തിക്കര പക്കി എന്ന നാമത്തിനുള്ളത്. നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു കള്ളനായിരുന്നു. എന്നാൽ പട്ടിണി പാവങ്ങളുടെയും നീതി നിഷേധിക്കപ്പെട്ടവരുടെയും ഹൃദയത്തിൽ അയാൾ ഒരു ജനനായകനും കാവൽ മാലാഖയുമായിരുന്നു. അധികാരത്തിന്റെ ഗർവിലും സമ്പത്തിന്റെ ഹുങ്കിലും സാധാരണക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ച ജന്മിമാർക്ക് പേടി സ്വപ്നമായി മാറിയ ഇത്തിക്കര പക്കിയുടെ ജീവിതം വെറുമൊരു മോഷ്ടാവിന്റെ കഥയല്ല, മറിച്ച് അതൊരു കാലഘട്ടത്തിന്റെ സാമൂഹിക പോരാട്ടത്തിന്റെ ചരിത്രം കൂടിയാണ്. കൊല്ലം ജില്ലയിലെ ഉമയനെല്ലൂർ എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ മത്സ്യക്കച്ചവടക്കാരന്റെ മകനായാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ ഇതിഹാസം ജനിച്ചത്. മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നായിരുന്നു ആ മാതാപിതാക്കൾ അവന് നൽകിയ പേര്. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ചുറ്റുപാടിലായിരുന്നു ബാല്യം. പിന്നീട് ആ കുടുംബം തൊട്ടടുത്ത് തന്നെയുള്ള ഇത്തിക്കരയിലേക്ക് താമസം മാറി. ആ മാറ്റം അബ്ദുൽ ഖാദറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു. ഇത്തിക്കരയാറിന്റെ തീരങ്ങളിൽ കളിച്ചു വളർന്ന അവൻ ആ നദിയെയും അതിലെ ഒഴുക്കിനെയും സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. കുട്ടിക്കാലം മുതലേ അബ്ദുൽ ഖാദർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങൾ അവനെ വല്ലാതെ അലട്ടിയിരുന്നു. പട്ടിണി കിടക്കുന്നവർക്ക് തൻ്റെ കയ്യിലുള്ളതെന്തും നൽകാൻ അവൻ സദാ സന്നദ്ധനായിരുന്നു. സഹജീവികളോടുള്ള ഈ കരുണ മാത്രമായിരുന്നില്ല അവൻ്റെ പ്രത്യേകത. ശാരീരികമായ അസാമാന്യമായ കരുത്തും മെയ്വഴക്കവും അവനുണ്ടായിരുന്നു. ഇത്തിക്കരയാറിലെ കുത്തൊഴുക്കുകളെ വകഞ്ഞു മാറ്റി നീന്തുന്നതിൽ അവനെ വെല്ലാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ആറ്റിലും കടലിലും ഒരുപോലെ അഭ്യാസിയായിരുന്ന അവൻ ആറ്റിൽ വീണ് ജീവന് വേണ്ടി പിണഞ്ഞ നിരവധി മനുഷ്യരെ സ്വന്തം ജീവൻ പണയം വെച്ചും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹസികതയും മനുഷ്യസ്നേഹവുമാണ് നാട്ടുകാർക്കിടയിൽ അവനെ പ്രിയങ്കരനാക്കിയത്. മനുഷ്യർക്കിടയിലെ അസമത്വങ്ങൾ അബ്ദുൽ ഖാദറിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഒരു വശത്ത് അധ്വാനിക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത അവസ്ഥ, മറുവശത്ത് പാവങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ച് പത്തായങ്ങൾ നിറയ്ക്കുന്ന ജന്മിമാർ, കപ്പം കൊടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട കർഷകരുടെ കൃഷിയിടങ്ങൾ വരെ നിർദ്ദയം പിടിച്ചെടുക്കുന്ന പ്രമാണിമാരുടെ ചെയ്തികൾ അബ്ദുൽ ഖാദറിലെ പ്രതിഷേധത്തിൻ്റെ തീജ്വാലകളെ ആളിക്കത്തിച്ചു. അങ്ങനെയാണ് അയാൾ സമ്പന്നരെ കൊള്ളയടിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുക എന്ന മാർഗം സ്വീകരിക്കുന്നത്. എവിടെയും എത്ര വേഗത്തിലും പറന്നെത്തി കൃത്യം നടത്താനുള്ള അബ്ദുൽ ഖാദറിന്റെ പ്രാവീണ്യമാണ് അദ്ദേഹത്തിന് പക്കി, അതായത് പക്ഷി എന്നതിൻ്റെ ഗ്രാമരൂപമാണ് ഈ പക്കി എന്നത്. ആ പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് അങ്ങനെയാണ്. വായുവിൽ പറക്കുന്ന ഒരു പക്ഷിയെപ്പോലെ ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ അതിവേഗം രക്ഷപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അക്കാലത്ത് വലിയ അത്ഭുതമായിരുന്നു. ജന്മിമാർ കർഷകരിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്ന കാർഷിക വിളകളും സമ്പത്തും വലിയ കെട്ടുവള്ളങ്ങളിൽ ആറ്റിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നതിനിടയിലാണ് പക്കി കൂടുതലായും ആക്രമണം നടത്തിയിരുന്നത്. ആരുമറിയാതെ കെട്ടുവള്ളങ്ങളിൽ കയറിപ്പറ്റി മുതലുകൾ അപഹരിച്ച് അത് നിർധനരായ ആളുകളുടെ കുടിലുകളിൽ രാത്രിക്ക് രാത്രി കൊണ്ടുചെന്ന് കൊടുക്കുക എന്നതായിരുന്നു പക്കിയുടെ രീതി. ഇരട്ടി വെളുക്കുമ്പോൾ പട്ടിണി കിടന്ന വീടുകളുടെ വരാന്തയിൽ അരിയും പണവും എത്തിയിട്ടുണ്ടാകും. ആരാണത് നൽകിയതെന്ന് ആർക്കും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അത് തങ്ങളുടെ സ്വന്തം ഇത്തിക്കര പക്കിയാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. തിരുവിതാംകൂറിലെ നദികളും കായലുകളും പക്കിക്ക് സ്വന്തം വീട് പോലെ സുപരിചിതമായിരുന്നു. ഇത്തിക്കരയാറിൻ്റെ തീരങ്ങളും കണ്ടൽ കാടുകളും പക്കിയുടെയും കൂട്ടാളികളുടെയും പ്രധാന സങ്കേതങ്ങളായി മാറി. തിരുവിതാംകൂറിലെ അന്നത്തെ പ്രധാന ജലഗതാഗത മാർഗങ്ങളെല്ലാം പക്കിയുടെ നിരീക്ഷണത്തിലായിരുന്നു. കൊല്ലം പരവൂർ കായലിലും ആറ്റിങ്ങലിലെ ഇന്നത്തെ പൂവൻപാറ ആറിന് സമീപത്തും പക്കി നിരവധി പകൽക്കൊള്ളകൾ നടത്തിയതായി ചരിത്രരേഖകളും വാമൊഴി കഥകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അക്കാലത്ത് ആ പ്രദേശത്തെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ പരവൂരിലായിരുന്നു സ്ഥാപിക്കപ്പെട്ടത്. തിരുവിതാംകൂർ രാജഭരണത്തിന്റെ കീഴിലുള്ള പോലീസുകാർക്ക് പക്കിയെ പിടികൂടുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. സത്യത്തിൽ അവിടുത്തെ പോലീസുകാർക്ക് പക്കിയെ ഭയമായിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പക്കിയുടെ ബുദ്ധിസാമർഥ്യത്തിന് മുന്നിൽ പോലീസിന്റെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഒരിക്കൽ പോലും അവർക്ക് ഇത്തിക്കര പക്കിയെ ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നിയമപാലകർക്ക് അയാൾ പിടികിട്ടാപ്പുള്ളിയായിരുന്നുവെങ്കിലും സാധാരണ ജനങ്ങൾ പക്കിക്ക് ഒളിത്താവളങ്ങളും വിവരങ്ങളും നൽകി സംരക്ഷിച്ചു പോന്നു. ജനങ്ങളുടെ ഈ പിന്തുണയായിരുന്നു പക്കിയുടെ ഏറ്റവും വലിയ കരുത്ത്. കേരളത്തിലെ മറ്റൊരു പ്രശസ്തനായ തസ്കര വീരനായ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് പരാമർശിക്കാതെ ഇത്തിക്കര പക്കിയുടെ ചരിത്രം പൂർണ്ണമാകില്ല. ഇവർ ഇരുവരും സമകാലികരും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു തീവെട്ടിക്കൊള്ള നടത്തി കായംകുളം കൊച്ചുണ്ണി വള്ളത്തിൽ വരുമ്പോൾ ഇത്തിക്കര പക്കിയും സംഘവും തടഞ്ഞു നിർത്തുകയും മല്ലയുദ്ധത്തിൽ തുല്യശക്തികളാണെന്ന് കണ്ടപ്പോൾ ഇരുവരും ആത്മമിത്രങ്ങളായി മാറുകയുമായിരുന്നു. അക്കാലത്ത് പരവൂർ കായലിലൂടെ കായംകുളത്ത് നിന്നും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വലിയ വള്ളങ്ങളിൽ ചരക്ക് കടത്ത് സജീവമായിരുന്നു. ഈ ജലപാതകളിലൂടെയുള്ള കൊള്ളകളിൽ പിന്നീട് കൊച്ചുണ്ണിക്കൊപ്പം പലപ്പോഴും പക്കിയും പങ്കാളിയായിരുന്നു. വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ നിന്ന് വന്നവരാണെങ്കിലും അടിച്ചമർത്തപ്പെടുന്നവരോടുള്ള ഇവരുടെ പ്രതിബദ്ധത ഇരുവരെയും അടുത്ത സുഹൃത്തുക്കളാക്കി മാറ്റി. പക്കിയുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത കൂടിയായിരുന്നു.
കൂടെ നിൽക്കുന്നവരെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്ന, ഒരിക്കലും ചതിക്കില്ലെന്നുറപ്പുള്ള ഒരു സുഹൃത്തായിരുന്നു കായംകുളം കൊച്ചുണ്ണിക്ക് ഇത്തിക്കര പക്കി. ഒരുപക്ഷെ തിരുവിതാംകൂർ കണ്ട ഏറ്റവും കരുത്തുറ്റതും സാഹസികവുമായ ഒരു സൗഹൃദമായിരുന്നു ഇവരുടേത്. ഇവർ ഒരുമിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ അന്നത്തെ നാടുവാഴികളുടെ ഉറക്കം കെടുത്തിയിരുന്നു. പോലീസിന്റെ തോക്കുകൾക്കും ജന്മിമാരുടെ വാളുകൾക്കും കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്ന ആ ഇതിഹാസത്തെ കീഴടക്കിയത് വിധി മറ്റൊരു രൂപത്തിലായിരുന്നു. തൻ്റെ 45-ാമത്തെ വയസ്സിൽ ക്യാൻസർ പോലെ, അതായത് അക്കാലത്ത് കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിരുന്നില്ലെങ്കിലും സമാനമായ ഒരു ഭയാനകമായ രോഗമാണ് അദ്ദേഹത്തെ പിടികൂടിയത്. ആ രോഗം പിടിപെട്ടാണ് പക്കി മരണത്തിന് കീഴടങ്ങുന്നത്. ശാരീരികമായി അതീവ കരുത്തനായിരുന്ന ആ മനുഷ്യൻ രോഗക്കിടക്കയിൽ നീറി ഇല്ലാതാകുന്നത് നാട്ടുകാർക്ക് വലിയൊരു വേദനയായി മാറി. ഒരു കൊള്ളക്കാരൻ മരിക്കുമ്പോൾ അധികാരികൾക്ക് ലഭിക്കുന്ന ആശ്വാസമോ സന്തോഷമോ ആയിരുന്നില്ല അന്ന് ആ നാടിനുണ്ടായിരുന്നത്. മറിച്ച് തങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ, തങ്ങളുടെ വിശപ്പകറ്റാൻ സ്വന്തം ജീവൻ പണയം വെച്ച ഒരു ജനപ്രതിനിധിയുടെ വേർപാടാണ് അവർ അനുഭവിച്ചത്. ആ നാട്ടിലെ സാധാരണക്കാരുടെ കണ്ണുനീരിൽ കുതിർന്നതായിരുന്നു ഇത്തിക്കര പക്കിയുടെ അന്ത്യയാത്ര. മൈലക്കാട് സിത്താരമുക്കിലെ കോട്ടുംപുറം ജുമാ മസ്ജിദിലെ ഖബറിസ്ഥാനിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തതെന്നാണ് വിശ്വാസം. അവിടുത്തെ ഖബറിസ്ഥാനിലെ ആദ്യ വരിയിലെ രണ്ടാമനായി ഇന്നും അദ്ദേഹം നിത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇത്തിക്കര പക്കി കേവലം ഒരു ചരിത്ര കഥാപാത്രം മാത്രമല്ല, നീതിരഹിതമായ ഒരു ഭരണവ്യവസ്ഥയോട് താഴെത്തട്ടിലുള്ള ജനത നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകം കൂടിയാണ്. നിയമങ്ങൾ എപ്പോഴും നീതിയുക്തമാകണമെന്നില്ലെന്നും ചിലപ്പോൾ ധാർമ്മികതയ്ക്ക് വേണ്ടി നിയമലംഘനങ്ങൾ നടത്തേണ്ടി വരുമെന്നും അദ്ദേഹത്തിന്റെ ജീവിതം വരച്ചു കാട്ടുന്നു. ജന്മിമാർ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ അതിനവകാശികളായ പാവപ്പെട്ടവർക്ക് തിരികെ നൽകുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്ന് പക്കി വിശ്വസിച്ചിരുന്നു. ഇന്ന് കാലം മാറി, ഭരണ സംവിധാനങ്ങൾ മാറി. എന്നാൽ ഇത്തിക്കര പക്കി എന്ന നാമം ഇന്നും മലയാളിയുടെ മനസ്സിൽ ഒരാവേശമായി നിലനിൽക്കുന്നുണ്ട്. കള്ളൻ എന്ന ലേബലിൽ ചരിത്രത്താളുകളിൽ ഒതുക്കാൻ അധികാരികൾ ശ്രമിച്ചിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഒരു നായകന്റെ പരിവേഷത്തോടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ധൈര്യം കാണിച്ച ഒരു സാധാരണ മനുഷ്യന്റെ അസാധാരണമായ ജീവിത കഥയായി ഇത്തിക്കര പക്കിയുടെ ചരിത്രം എക്കാലത്തും നിലനിൽക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.